അലക്ഷ്യ കേസിൽ ആലത്തൂർ എസ്ഐ റനീഷിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേട്ടു. അഭിഭാഷകനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും സമീപനമെന്നാണ് കോടതിയുടെ ചോദ്യം. സത്യവാങ്മൂലം അംഗീകരിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് എസ്ഐ കോടതിയെ അറിയിച്ചു. അപകടത്തെ തുടർന്ന് പോലീസ് പിടികൂടിയ വാഹനം വിട്ടുകിട്ടാൻ കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ ആലത്തൂർ എസ്ഐ റനീഷിനെയാണ് ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. നേരത്തെ വിഷയത്തിൽ മാപ്പ് പറയാൻ സന്നദ്ധമാണെന്ന് എസ്ഐ വ്യക്തമാക്കിയതിനെ തുടർന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നും സാഹചര്യ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നുമായിരുന്നു മാപ്പപേക്ഷ സത്യവാങ്മൂലത്തിൽ എസ്ഐ പരാമർശിച്ചിരുന്നത്. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കോടതിയലക്ഷ്യ കേസിൽ മറുപടി നൽകേണ്ടത് ഇങ്ങനെയാണോ എന്നും മോശം വാക്കുകൾ ഉപയോഗിച്ചില്ലെന്നാണ് പറയുന്നതെങ്കിൽ മാപ്പ് പറയുന്നതെന്തിനെന്നും കോടതി ചോദിച്ചു. അഭിഭാഷകനോട് ഇങ്ങനെയാണ് പെരുമാറ്റമെങ്കിൽ സാധാരണക്കാരനോട് എങ്ങനെയായിരിക്കും സമീപനമെന്നും കോടതി പറഞ്ഞു. കോടതി ഉത്തരവ് ലംഘിച്ചതിനാണ് കേസെടുത്തത്. സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ അക്രമം കാണിച്ചാൽ അതിനും കോടതി പരിഹാരം കാണണോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. ഇതാണ് നിലപാടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണ നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കോടതിയലക്ഷ്യം നടത്തണമെന്ന ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. തുടർന്ന് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി എസ്ഐക്ക് അനുമതി നൽകി. കേസ് മാർച്ച് 1 പരിഗണിക്കാൻ മാറ്റി. മുൻപ് വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരെയും കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.